സഹോദരി സ്നേഹം നിറഞ്ഞ നമസ്കാരം. Kerala is a blessed state with plenty of rain, and I see a lot of greenery around. കേരളം അനുഗ്രഹീതമായ ഒരു നാടാണ്. സുലഭമായ വിധത്തിൽ മഴ ലഭിക്കുന്ന ഈ നാട്ടില് ഹരിതാഭ എന്നും പച്ചപ്പെന്നും എനിക്ക് ദൃശ്യമാണ്. It is also a place with rich culture and art which is centered around temples since many centuries. സമ്പന്നമായ സംസ്കാരം കൊണ്ടും പാരമ്പര്യം കൊണ്ടും കലകളും കൊണ്ടും ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കലാവികസനം കൊണ്ടുമെല്ലാം നൂറ്റാണ്ടുകളായി വികസിച്ചു വന്നൊരു പാരമ്പര്യമുണ്ട് ഈ കേരളത്തിൽ. This culture and art were also enriched by the royal patronage and the contribution of Maharaja in Thiruvananthapuram is a standing example. ഈ സംസ്കാരത്തിന്റെ കലയുടെ എല്ലാം വളർച്ചയ്ക്ക് വളരെയേറെ സംഭാവനകൾ പിന്തുണ നൽകിപ്പോന്ന രക്ഷാകർതൃത്വം നൽകിപ്പോന്ന ഒരു പാരമ്പര്യമാണ് തിരുവിതാംകൂർ മഹാരാജാവിന്റേത് എന്നത് ഇവിടെ അനുസ്മരണീയമാണ്. This God's own country has given birth to renowned saints Adi Shankaracharya, Jatambir Swamigal, and Sri Narayan Guru, whose teachings have inspired and guided generations and were a source of strength not only to the Hindu society but world at large. ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ കേരളം അനേകം ദിവ്യാത്മാക്കൾക്ക് ജന്മം നൽകി അവരിൽ പരമാദരണീയനായ ശ്രീമദ് ശങ്കരാചാര്യർ, ശ്രീമദ് ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുസ്വാമികൾ എന്നിവർ പെടുന്നു. അവരുടെ ആധ്യാത്മികമായ പ്രഭാവം കേവലം ഹൈന്ദവ ജനതയ്ക്ക് മാത്രമല്ല ലോകമാനവികതയ്ക്ക് മുഴുവൻ തന്നെ പ്രയോജനവും അനുഗ്രഹവും നൽകിയതായിരുന്നു. Today, when I address you standing in front of this ancient and reputed temple of Lord Sri Padmanabha, I consider myself a blessed for having got this opportunity. ഇന്ന് ഈ ആധ്യാത്മികതയുടെ നിറകുറമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തിരുനടയിൽ നിൽക്കുവാൻ എനിക്ക് അനുഗ്രഹമുണ്ടായിരിക്കുന്നു. ആ അനുഗ്രഹം കാരണം നിങ്ങളെ എനിക്ക് അഭിസംബോധന ചെയ്യുവാനും സാധിക്കുന്നു. परम पूज्य गुरु जी, जिनका ये आध्यात्मिक पुरुष का शताब्दी वर्ष है, और उस आध्यात्मिक पुरुष के शताब्दी वर्ष पर मुझे परमात्मा की भूमि, पवित्र भूमि केरल में आने का सौभाग्य मिला. मैं अपने आप को बहुत बड़ा धन्य अनुभव करता हूं. ഇന്ന് പരമപൂജനീയ ഗുരുജി എന്ന അതിദിവ്യനായ ആധ്യാത്മിക പുരുഷന്റെ ജന്മശതാബ്ദി വർഷത്തിൽ ആ ആഘോഷ പരിപാടികളുടെ ഭാഗമായി നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ നിൽക്കുവാനും നിങ്ങളെ അഭിസംബോധന ചെയ്യുവാനും ഈ പരമാത്മാവിന്റെ സ്വന്തം ഭൂമിയായ മണ്ണിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാനും കഴിഞ്ഞതിൽ അങ്ങേയറ്റത്തെ ധന്യതയുടെ അനുഭവം ഞാൻ ഉൾക്കൊള്ളുന്നു. बहुत कम लोग होंगे जो परम पूज्य गुरु जी के जीवन से परिचित होंगे, और ये इसलिए नहीं, लेकिन वे स्वयं अपने आप को प्रचार से, प्रसिद्धि से सालों तक विमुख रखा, और उसके कारण हिंदुस्तान को उनके व्यक्तित्व का तो परिचय नहीं हुआ, लेकिन आज उनके परिश्रम के कारण आज से हिमाचल कश्मीर से कन्याकुमारी एक विराट संगठन का वटवृक्ष खड़ा हुआ है, जिस वटवृक्ष के पीछे 32 या 3 की लंबी तपस्या थी, जिसके कारण आज एक समर्पित नौजवानों का राष्ट्र कार्य लगा हुआ एक पूरा वटवृक्ष हमारे सामने है. വളരെ കുറച്ചു പേർക്ക് ഒരുപക്ഷെ പരമപൂജനീയ ഗുരുജിയുടെ ജീവിതത്തെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവുണ്ടാവുകയുള്ളൂ. അതിന് കാരണം കൊണ്ട് പരമപൂജനീയ ഗുരുജിയുടെ വ്യക്തിത്വം തികഞ്ഞ പ്രസിദ്ധി പരാമുഖമായ പ്രസിദ്ധിക്ക് പുറംതിരിഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ. അതുകൊണ്ട് ലോകത്തിന്റെ മുമ്പാകെ തന്നെ അവതരിപ്പിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ലോകർക്ക് അദ്ദേഹത്തെ കേരള പരിചയം, ജീവിതത്തെ പരിചയം ഉണ്ടാകില്ല. പക്ഷേ ആ മഹാമനുഷ്യന്റെ പരിശ്രമം കൊണ്ട് ഇന്ന്
കന്യാകുമാരി മുതൽ കാശ്മീരം വരെ ഭാരതമാസകലം വളർന്നു നിൽക്കുന്ന സമർപ്പിത ചേതസ്സുകളായ യുവാക്കളുടെ മഹാസംഘടനകൾ വടവൃക്ഷം പോലെ വളർന്നു നിൽക്കുകയാണ്. ആ വളർച്ചയ്ക്ക് വേണ്ടി 32 വർഷത്തെ തപസ്സാണ് അദ്ദേഹം അനുഷ്ഠിച്ചത്. ആ 32 വർഷത്തെ സംഘടനാ തപസ്സിലൂടെ സമർപ്പിതരായ യുവാക്കന്മാരുടെ മഹാസംഘടനയെ അദ്ദേഹം ഇന്ന് വളർത്തിയെടുത്തു കഴിഞ്ഞു. परम पूज्य गुरु जी की प्रेरणा के कारण राष्ट्र जीवन में लगे हुए अनेक स्वयंसेवकों ने हिंदुस्तान के कोने कोने में जाकर के भारत के भाग्य बदलने के लिए जो भी उन्हें संस्कार मिले हैं, जो उन्हें कार्य करने की प्रेरणा मिली है, छोटे मोटे लाखों प्रकल्पों के द्वारा, चाहे वो कन्याकुमारी में स्वामी विवेकानंद का केंद्र हो या चाहे नॉर्थ ईस्ट के अंदर छोटे छोटे गांवों में जाकर के छोटी मोटी अस्पताल के द्वारा लोगों के आरोग्य का प्रबंधन करते हो, या कोई प्राकृतिक आपदा आती हो तब दौड़ पड़ने वाले लाखों स्वयंसेवक हो, आज भी हिंदुस्तान के दुख और दर्द के समय हिंदुस्तान की पीड़ा के निवारण के लिए लगे हुए लाखों स्वयंसेवक आज भी देश की सेवा में कार्यरत है. പരമപൂജനീയ ഗുരുജിയുടെ ദിവ്യമായ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാഷ്ട്ര ജീവിതത്തിന്റെ സമ്പന്നതയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച ആയിരക്കണക്കിന് യുവാക്കന്മാർ നമ്മുടെ ഈ നാടിന്റെ ഓരോ മുക്കിലും മൂലയിലും എത്തിപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. സംഘത്തിലൂടെ, ഗുരുജിയിലൂടെ ആർജിച്ചതായ സംസ്കാരത്തെ, വിദ്യാഭ്യാസത്തെ അവർ ഭാരതത്തിന്റെ ജനജീവിതത്തെ ധരിക്കുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണ്. അത് നിരവധിയായ പ്രകല്പങ്ങളിലൂടെ, പ്രോജക്റ്റുകളിലൂടെ ഭാരതമാസകളിൽ ദൃശ്യമാണ്. കന്യാകുമാരിയിലെ സ്വാമി വിവേകാനന്ദ കേന്ദ്രമാകട്ടെ, വടക്കു കിഴക്കൻ ഭാരതത്തിലെ താഴെക്കരയിലുള്ള അധിഷ്ഠിതരായ സഹോദരങ്ങളുടെ അഭ്യുത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സാംസ്കാരിക കേന്ദ്രങ്ങളാകട്ടെ, അവരുടെ ആരോഗ്യ വർദ്ധനവിന് വേണ്ടിയിട്ടുള്ള ആശുപത്രികളാകട്ടെ, ഇനി ഭാരതത്തിന്റെ ഉള്ളിൽ സംഭവിക്കുന്ന പ്രാഥമിക ദുരന്തങ്ങൾക്കെതിരെ പൊരുതുന്ന കാര്യത്തിലാകട്ടെ, എല്ലാ ഇടങ്ങളിലും ഇന്ന് ഈ ഹിന്ദുസ്ഥാനത്തിൽ സ്വയം സേവക യുവാക്കന്മാർ നിരവധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രവർത്തനത്തിലൂടെ ഈ സംഘടനകളുടെ വളർച്ച സംഭവിക്കുന്നു.